మొత్తం తవ్వి తవ్వి చందనమంతా చల్లగా దోచావే ఏ వందల కొద్ది పండగలున్న వెన్నెల మొత్తం నిండుగా ఉన్న ఆరాధ్య నా ఆరాధ్య నువ్వే లేనిదేది వద్దు ఆరాధ్య. ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളിട്ട് കാണിച്ച് തരാനും തരാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ മീൻ കറി എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ. എൻ്റെ ശൈലിയിൽ ഞാൻ ഉണ്ടാക്കുന്നു. കുടംപുളി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു തള വരും. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളികേരവും മുളകും മല്ലി നാളികേരവും മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടി വറുത്തൊന്ന് ചൂടാക്കി അരച്ചെടുക്കുകയാണ്. ആ അരച്ച അരവാണ് ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അരിച്ച് ഒഴിക്കണം കേട്ടോ. അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഇതൊന്നും അവസാന ഭാഗം കൊറ്റനൊന്നും പാടില്ല. ഇത് നല്ല തിളച്ച് വരുമ്പോണ്ടല്ലോ ഇതിൽ നമ്മൾ കുടംപുളി ഇടുകയാണ്. കുടംപുളി ഇട്ട് തിളപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കറിവേപ്പില താളിക്കേണ്ടല്ല, പച്ചയോടെ തന്നെ ഇലകൾ ഇടുകയാണ്. ഇട്ട് ഇത് നല്ല തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ മീൻ നന്നാക്കി വെച്ച മീൻ ഇടയിലേക്ക് ഇടും. ഇപ്പോൾ നല്ലോണം തിളച്ചു കേട്ടോ. അതെ, അതിൽ നന്നാക്കി വെച്ചാൽ നമ്മൾ ഓരോ മീനുകളും ഇടുകയാണ്. ഈ മീനിൻ്റെ വിഷാംശം പോകാനായിട്ട് നമ്മൾ ചുരുക്കയിൽ ഇട്ട് കഴുകിയേക്കാണ്. ഒരു 10 മിനിറ്റ് നേരം ചുരുക്ക വെള്ളത്തിൽ ഇട്ട് വെച്ചു. അതിന് ശേഷമാണ് ഇപ്പോൾ അതിലെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനാ. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഫോർമാലിൻ ഉള്ള അടങ്ങിയിട്ടുള്ള മീനാണല്ലോ വരുന്നത്. അപ്പോൾ വിഷാംശം പോകാനായിട്ട് ചുരുക്ക അല്ലെങ്കിൽ ലെമൺ അല്ലെങ്കിൽ വാളംപുളി ഇതിൽ കലക്കി വെള്ളത്തിൽ ഇട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാനിത് മീനിട്ട് കഴിഞ്ഞു. നല്ല പോലെ ഇനി ഇത് വേവുന്ന വരെ വെന്ത് വറ്റണം. അത് അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുക. നല്ല രുചിയായിരിക്കും. ഇതിപ്പോൾ മീൻകറി ഇതാ വെന്ത് കഴിഞ്ഞു. ഇറക്കാൻ പോവാണ്.